ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഷിംല ആൻസസ് വ്ലോഗ്. എന്തുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും ഹാപ്പി ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കുന്നില്ലേ? ഞാനിത് ഭയങ്കര ഹാപ്പി ആട്ടോ. ഇന്ന് എൻ്റെ അന്നമ്മയുടെ ബർത്ത്ഡേ ആണ്, എൻ്റെ ലിറ്റിൽ പ്രിൻസസിന്റെ ബർത്ത്ഡേ ആണ്. ജൂലൈ 13-ാം തീയതിയാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. പക്ഷേ വീഡിയോ വരുന്നത് ചിലപ്പോൾ 14-ാം തീയതിയൊക്കെ ആയിരിക്കും. ഇന്നത്തെ ഒരു ഡേ നമ്മുടെ കുട്ടി ആഘോഷങ്ങളും കാര്യങ്ങളും, ഞാൻ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അതെല്ലാം ചേർത്തിട്ട് ഒരു കുഞ്ഞൻ കുട്ടി വ്ലോഗാണ് ഞാൻ ഇടാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബർത്ത്ഡേ വ്ലോഗിലോട്ട് നിങ്ങളെല്ലാവരെയും ഞാൻ ക്ഷണിക്കാം കേട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? വീഡിയോസ് ഒത്തിരി സ്പീഡാക്കി കൊടുത്തതുപോലെ തന്നെ എൻ്റെ പരിപാടികളും വളരെ ഫാസ്റ്റായിട്ട് ചെയ്ത് തീർക്കണം കേട്ടോ. കാരണം ചിക്കനൊക്കെ കൊണ്ടുവന്നപ്പോൾ സമയം കുറച്ച് ലേറ്റായിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണിക്കെങ്കിലും ബിരിയാണി കഴിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അത്യാവശ്യം ഫാസ്റ്റായിട്ട് ഓടേണ്ടി വരും കേട്ടോ. നല്ല പോലെ ഫാസ്റ്റായിട്ട് തട്ടിക്കൂട്ടിയാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ബിരിയാണി കിട്ടും കേട്ടോ. അതാണ് മാജിക്. അടിപൊളിയായിട്ട് കിടിലനായിട്ട് ബിരിയാണി വെച്ചെടുക്കാൻ ഇപ്പം എനിക്ക് പറ്റാറുണ്ട്. മുന്നേ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് ഒരു മനുഷ്യന് കൊടുക്കാൻ പോലും എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ. അത് ഞാൻ ആർക്കും ഒന്നും കൊടുക്കാത്ത സ്വഭാവമായതുകൊണ്ടാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന സാധനങ്ങൾക്കൊക്കെ ടേസ്റ്റ് ഒന്നും ഇല്ലയെന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഞാൻ. അത് ഏറെക്കുറെ സത്യവുമായിരുന്നേ. ഞാൻ ഉണ്ടാക്കുന്ന സംഭവങ്ങളൊന്നും എനിക്കത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടാറില്ല. പക്ഷേ ഇപ്പം ഐ എം കോൺഫിഡൻറ്റ്. ഞാൻ അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കും, ഞാൻ സൂപ്പറായിട്ട് ഫുഡ് ഉണ്ടാക്കും എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഞാൻ ഫുഡ് ഉണ്ടാക്കും. അത് അടിപൊളിയാവും, സൂപ്പറാവും. എല്ലാവരും നല്ല അഭിപ്രായം പറയാറുമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇട്ടേക്കാം കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കാം, പക്ഷേ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുമേ. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊരു കമൻട്രി എൻ്റെ ബിരിയാണിയെക്കുറിച്ച് നടത്തുന്നതിനോട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ എങ്ങനെയാണ് ഞാനിത് ചെയ്തതെന്ന് പറഞ്ഞുതരാം. ഒരു 3 സവാള എടുത്ത് നന്നായിട്ട് നൈസായിട്ട് അരിഞ്ഞിട്ട് അത് വറുക്കാൻ വെക്കും കേട്ടോ. പിന്നെ സവാളയും ഉള്ളിയും കൂടി ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ചതച്ചെടുക്കും. അരിയാനൊന്നും മെനക്കെടാൻ എനിക്ക് വയ്യ, ഞാൻ പറഞ്ഞില്ലേ തട്ടിക്കൂട്ടി പരിപാടിയാണെന്നുള്ള കാര്യം. പിന്നെ അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പേസ്റ്റാക്കിയതിട്ട് വഴറ്റിയെടുക്കുക. സാധാരണ പോലെ എല്ലാ പൊടികളും ഇട്ട് കൊടുക്കുക. തൈര് മസ്റ്റാണ്, കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കണം. പിന്നെ ചിക്കൻ ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ മൂടി വെച്ച് കുറച്ച് നേരം വേവിച്ചിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ അകത്തേക്ക് മല്ലിയില, പുതിനയില, രമ്പയില, ഇത്രയും സംഭവങ്ങൾ ആവശ്യാനുസരണം ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ സംഭവം സെറ്റ്. ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്താൽ നല്ല അടിപൊളി ചിക്കൻ കറി ഇട്ട്. ഒരു കാര്യം ഞാൻ വിട്ടുപോയി, വറുത്ത് വെച്ചിരിക്കുന്ന സവാളയിൽ നിന്ന് ഒരു പിടി ഞാൻ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. അതും കൂടെ ഇട്ടാൽ സംഭവം അടിപൊളി. ഇനി നമ്മുടെ റൈസ് വേവിച്ചെടുക്കാനും ചെറിയൊരു ട്രിക്ക് പ്രയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം പട്ടയും ഗ്രാമ്പും അരിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കും. അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇരട്ടി വെള്ളം ഒഴിക്കും. ആ ഒഴിക്കുന്ന വെള്ളത്തിലോട്ട് ചെറിയ ഒരു സ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കും. പ്ലസ് ചിക്കനിൽ നിന്നും 2 പീസ് ഞാൻ വേവിക്കാതെ മാറ്റി വെച്ചേക്കും കേട്ടോ. അതായത് നല്ല നെയ്യുള്ള 2 പീസ്, അല്ലെങ്കിൽ നെയ്യായാലും മതി. അതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കും. ഒരു മാഗി ക്യൂബും കൂടെ ഇന്ന് വയ്ക്കുന്ന ചിക്കനിൽ ഞാൻ റൈസിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സാധാരണ ഇടാറില്ല, പക്ഷേ ചിക്കൻ മസ്റ്റാണ് കേട്ടോ. ആ ഒരു നെയ്യ് ഇട്ട് വേവിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കിട്ടും കേട്ടോ. ഇത്രയേ ഉള്ളൂ ബിരിയാണി സെറ്റ്. ഞാൻ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്കിനി ദം ഇട്ട് കൊടുക്കാം. ആദ്യം ഒരു സൈഡിലോട്ട് കുറച്ച് നമ്മുടെ മസാല ഇട്ട് കൊടുക്കുക. മുന്നേ ആണെങ്കിൽ ഞാൻ അടിഭാഗം മൊത്തത്തിൽ നിരത്തി ഇങ്ങനെ മസാല ഇട്ട് കൊടുക്കുമായിരുന്നു കേട്ടോ. പക്ഷേ അത് എടുക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണിപ്പോൾ മസാല ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് സൈഡിൽ നമ്മൾ ചോറ് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മണ്ടയിലേക്ക് നെയ്യ് ആവശ്യത്തിന് ഒഴിക്കുക. ഞാൻ കുറച്ച് എസൻസ് യൂസ് ചെയ്യാറുണ്ട്, നമ്മുടെ പൈനാപ്പിൾ എസൻസ്. അത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. പിന്നെ വീണ്ടും റൈസ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ അകത്തേക്ക് നെയ്യ് ഒഴിക്കുക. എടുത്തു വെച്ചിരിക്കുന്ന ഇലകളും ഒക്കെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. തട്ടായിട്ട് നമ്മളിങ്ങനെ ചോറിട്ടെടുക്കുന്ന ഒരു പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ. ഓരോന്നായിട്ട് നമുക്കിങ്ങനെ ഇട്ട് കൊടുത്ത് ചെയ്തെടുക്കുമ്പോൾ ഒരു മനസുഖം. ഓക്കെ, അതിൻ്റെ കൂട്ടത്തിൽ എസൻസ് ഞാൻ പറഞ്ഞില്ല, എസൻസിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ ഫുഡ് കളർ ഒന്നും നല്ലതല്ല, മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, പിന്നെ ഇതേപോലെ എല്ലാ ചോറും നമ്മളതിൻ്റെ മണ്ടയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കി വെച്ചിരിക്കുന്ന എല്ലാ സംഭവങ്ങളും ഇതിലേക്ക് വിതറി കൊടുക്കുക. അത് ബിരിയാണിയെ കാണാൻ നല്ല മുഞ്ചുള്ളാക്കി മാറ്റുന്ന ഒരു സംഭവമാണല്ലോ കേട്ടോ. നെയ്യ് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണേ. എനിക്ക് നെയ്യുടെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. നെയ്യ് ഒഴിക്കുന്നതും ഉപ്പിടുന്നതും ഞാൻ ഈ പറഞ്ഞ ലീഫുകളൊക്കെ ഇടുന്നതും ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഏത് ടേസ്റ്റാണോ ഏത് ഫ്ലേവറാണോ നിങ്ങൾക്ക് ഇഷ്ടം അതിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ പൊരിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ വറുത്ത് കോരി വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും കിസ്മിസും നമ്മുടെ സവാളയും കൂടി ഇട്ട് കൊടുത്താൽ സംഭവം സെറ്റ്. അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് ആവിയേറ്റി എടുക്കുക കേട്ടോ. ഞാനൊരു 10 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു.
അത്രയേ ഉള്ളൂ. ആ സമയം കൊണ്ട് നമ്മുടെ പൊന്നു ഉമ്മച്ചി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നെ ചൂടോടെ അവർക്ക് തന്നെ വിളമ്പി കൊടുക്കാം. പണ്ട് എത്രത്തോളം പേടിച്ചിട്ടും ഇതൊക്കെയാണ് ഞാൻ ഫുഡ് കൊടുത്തിരുന്നതെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷേ ഇപ്പം ഭയങ്കര അഭിമാനത്തോടെ കോൺഫിഡൻസോട് കൂടിയിട്ട് ഞാൻ ഫുഡ് വിളമ്പി കൊടുക്കും കേട്ടോ. എനിക്ക് നല്ല അഭിപ്രായവും കേൾക്കാറുണ്ട്. അപ്പോൾ എന്നെപ്പോലെ പാചകം ചെയ്യാൻ അറിയില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് ഉറപ്പായിട്ടും റെസിപ്പി എന്നുള്ളതല്ല കേട്ടോ. അപ്പം നമ്മൾ ഏത് റെസിപ്പി വെച്ചിട്ട് ഉണ്ടാക്കിയാലും ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ നമുക്കാദ്യം ഒരു കോൺഫിഡൻസ് ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. പോസിറ്റിവിറ്റിയോട് കൂടിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റാവും എന്നുള്ളതാണ് ഒരു സത്യം കേട്ടോ. പണ്ട് ഞാൻ ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു എന്താ പറയുക, മണവും ഗുണവും ഉണ്ടാവില്ല എന്ന് പറയില്ലേ, ആ ഒരു ബിരിയാണിയൊക്കെ ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ഇക്കാടെ നിന്നൊരു നല്ല അഭിപ്രായം കേൾക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നതും ആ വായിൽ നിന്നും നല്ലതാണ് എന്ന് പറഞ്ഞ് കേൾക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാനത് സ്ഥിരം കേൾക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. നമ്മളിപ്പോൾ ചിക്കൻ കറി വെച്ചാലും അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാലും ഒക്കെ നല്ലതാണെങ്കിൽ അതങ്ങനെ തന്നെ പറയാൻ ആൾ മടിക്കാറില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ കേൾക്കുന്ന അഭിപ്രായങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. മാഷാ അല്ലാഹ്, ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ പോവട്ടെ അല്ലേ. നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ ഇഷ്ടമാണെങ്കിൽ അതിനെക്കാട്ടും ഇഷ്ടമായിരിക്കും നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന സംഭവങ്ങൾ മറ്റൊരാൾക്ക് വിളമ്പി കൊടുക്കാൻ. പക്ഷേ അത് ഒരു നല്ല അഭിപ്രായം കേൾക്കും എന്നൊരു കോൺഫിഡൻസ് നമുക്കുണ്ടെങ്കിലാണ് അങ്ങനെ വിളമ്പി കൊടുക്കാൻ നമുക്ക് തോന്നുക അല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാനും ബിരിയാണി കഴിക്കട്ടെ. ഈ ബിരിയാണിയൊക്കെ കഴിച്ചാൽ ഞാൻ ഒമിറ്റ് ചെയ്യും എന്നുള്ള കാര്യം ഷുവറാണ്. പക്ഷേ എന്തുകൊണ്ടോ ഇന്നത്തെ ബിരിയാണി എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ പതുക്കെ ആസ്വദിച്ചൊക്കെ കുറച്ച് കൂടുതൽ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നേ. കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം നമ്മൾ കുറച്ച് പരദൂഷണവും നാട്ടുവർത്താനവും ഒക്കെ പറഞ്ഞിരുന്ന് ആസ്വദിച്ച് നമ്മുടെ ബിരിയാണിയൊക്കെ കഴിച്ചു. ഉമ്മച്ചിയും പൊന്നും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഒരുപാട് സന്തോഷം കേട്ടോ. ഈ കൂട്ടത്തിൽ ഫുഡ് കഴിക്കാൻ ഇക്കായും റേഹും ഇല്ല. കാരണം അവർക്കിന്നൊരു കല്യാണമുണ്ട്. രണ്ടുപേരും കല്യാണ ബിരിയാണി കഴിക്കാൻ പോയേക്കുവാണേ. അപ്പം നമ്മൾ മൂന്നുപേരും പിന്നെ ഇക്കാടെ വാപ്പായും ഉണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാനൊരു കിടിലൻ അടിപൊളി പായസം വെച്ചിട്ടുണ്ട്. ഈ പായസം ഒരു സ്പെഷ്യൽ പായസമാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടേക്കാവേ. ഉമ്മച്ചിയാണ് ഇപ്പോൾ എൻ്റെ ആണെങ്കിലും റൈഹുൻ്റെ ആണെങ്കിലും ഒക്കെ ബർത്ത്ഡേക്ക് കേക്ക് സ്പോൺസർ ചെയ്യുന്നത്. പതിവ് തെറ്റിച്ചിട്ടില്ല. ഇന്നും ഉമ്മച്ചി കേക്ക് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. ഒരു കുഞ്ഞൻ കേക്കിൻ്റെ ആവശ്യമേ നമുക്കുള്ളൂ കേട്ടോ. എനിക്ക് ആളിൻ്റെ അളവനുസരിച്ചിട്ട് വേണം കേക്ക് വാങ്ങാനെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതിന് ഒത്തിരി എന്താ പറയുക, ജസ്റ്റ് അവരുടെ ഒരു സന്തോഷത്തിനൊരു കേക്ക് കട്ടിങ് അത്ര തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിനനുസരിച്ചിട്ടൊരു കേക്കിൻ്റെ ആവശ്യമുള്ളൂ. ഞാൻ ദേ ഇവിടെ ഒരു പുഡിങ്ങൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഈ കാണുന്നത് വെറും ഷോയാണ്, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഷോ മാത്രമാണ് കേട്ടോ ഈ സ്റ്റാച്ചു പോലെ നിൽക്കുന്നത്. അപ്പോൾ നമുക്കിനി കേക്കൊക്കെ കട്ട് ചെയ്യാം. ഇതിൻ്റെ ഫസ്റ്റ് പോർഷൻ, അതായത് കേക്ക് കട്ട് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഇക്കായും ഉണ്ടായിരുന്നു. അത് ഞാൻ ഇട്ടിട്ടില്ല. ആളിന് വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ആ ഷോട്ട് ഞാൻ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. ബാക്കിയാണ് കേട്ടോ ഇട്ടേക്കുന്നത്. അപ്പോൾ കേക്ക് അത്യാവശ്യം കുഴപ്പമില്ലാന്നേ പറയാൻ പറ്റുള്ളൂ. അടിപൊളി എന്ന് പറയാനില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ അമ്മ. നിങ്ങൾക്കറിയാമല്ലോ, വീഡിയോ കാണുന്നവർക്കറിയാം. അപ്പോൾ പൊന്നും പിന്നെ ഇതിൽ ഒരുപാട് മിസ് ചെയ്ത ആൾ ഷൈബായാണ് കേട്ടോ. അവൾ വയറ്റ് ഇറച്ചിയൊക്കെ കഴിഞ്ഞ് അവളുടെ വീട്ടിൽ പോയതുകൊണ്ട് തന്നെ ഷൈബായി നമ്മൾ ഒരുപാട് മിസ് ചെയ്തു. പിന്നെ പൂനെ. ഓക്കെ, ഈ ഒരു പുഡിങ് നല്ലതായിരുന്നു കേട്ടോ. ഇത് ബട്ടർ സ്കോച്ച് പുഡിങ്ങാണ്. ഇപ്പോൾ കുറച്ചായിട്ട് പുഡിങ്ങോട് എനിക്കൊരു ചെറിയ ഇഷ്ടം വന്നിട്ടുണ്ട്. നമ്മൾ ഇന്നാൾക്ക് എഗ് പുഡിങ് ഉണ്ടാക്കിയല്ലോ, അത് പിള്ളേർക്ക് കൊടുക്കാതെ ഞാൻ മുഴുവൻ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പരാതിയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ആ പരാതി മാറ്റാൻ വേണ്ടിയാണ് ഇന്നത്തെ പുഡിങ് ഉണ്ടാക്കിയത്. ഇതും ആദ്യത്തെ ഒരു ഭാഗം കഴിച്ചപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നുന്നൊരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. റൈഹും വന്നിട്ടുണ്ട്, അവനും കൊടുത്തു. നല്ല പുഡിങ്ങായിരുന്നേ. അപ്പോൾ ഇത് കണ്ടോ, സർപ്രൈസായിട്ട് റൈഹാൻ അന്നമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഇതെല്ലാ കാലവും നിൽക്കണേ പഠിച്ചോനെ എന്നാണ് കേട്ടോ എൻ്റെ പ്രാർത്ഥന. അവ എപ്പോഴും എന്തെങ്കിലുമൊക്കെ അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കാറുണ്ടായിരുന്നു. കുഞ്ഞിലെ മുതലേ അങ്ങനെയാണ് കേട്ടോ. അവന് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്ത, അവൻ കുഞ്ഞായിരുന്ന സമയത്ത് അവൾക്ക് എന്തെങ്കിലും ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുമായിരുന്നു. കഴിഞ്ഞതിന് അവൾക്ക് പെൻസിൽ ബോക്സ് കേട്ടോ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അവൻ്റെ പോക്കറ്റ് മണിയിൽ നിന്ന് എടുത്താട്ടോ വാങ്ങിക്കുന്നത്. ഇത്തവണയും അതെ, അവൻ്റെ പോക്കറ്റ് മണിയിൽ നിന്ന് എടുത്തിട്ട് തന്നെയാണ് വാങ്ങിച്ചു കൊടുത്തേക്കുന്നത്. ഇപ്പോൾ വാങ്ങിക്കുന്ന സാധനങ്ങളുടെ പ്രൈസ് അല്ല, അത് കൊടുക്കാൻ കാണിക്കുന്ന മനസ്സിനെയാണ് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടത്. ഒരുപാട് സന്തോഷം. പിന്നെ ഇത് ഞാനൊരു ലോഡഡ് ഫ്രൈസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മാഷാ അല്ലാഹ്, നല്ല ടേസ്റ്റായിരുന്നേ. കുറേ ആയിട്ട് വീഡിയോസ് കാണുമ്പോൾ ഇത് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇത്രയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള സംഭവങ്ങൾ. പിന്നെ ദേ എല്ലാവർക്കുമൊക്കെ ഉറക്കം വന്ന് തുടങ്ങിയിട്ടുണ്ട്. സമയം 10 മണിയൊക്കെ ആയേ. പൊന്നും ഉമ്മായും ഒക്കെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ.